ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മാജിക്കിന്റെ ചെറിയൊരു തിയറി നോക്കാം. ഒരു മജീഷ്യൻ മാജിക് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ മുന്നിൽ ഒരു മജീഷ്യൻ മാജിക് കാണിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് മജീഷ്യൻ കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ്. എന്നാൽ ഈ സമയം ഒരു മജീഷ്യൻ നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം അയാൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നോ അത് നിങ്ങളെ പറ്റിക്കാൻ അയാൾക്ക് കൂടുതൽ എളുപ്പമാവും. ശരിക്കും ഒരു മജീഷ്യൻ മാജിക് കാണിക്കുമ്പോൾ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾ കാണിക്കുന്നൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ സത്യത്തിൽ നിങ്ങൾ അത് നോക്കുക മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങൾ അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അത് നിർവചിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അയാൾ കാണിക്കുന്നതിന്റെ അർത്ഥം തിരയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു മജീഷ്യന്റെ വിജയം. അയാൾ കാണിക്കുന്നൊക്കെ നിങ്ങൾ നിർവചിക്കാൻ എടുക്കുന്ന സമയമാണ് നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം, അതായത് നിങ്ങളുടെ ശ്രദ്ധ. ആ ഒരു കാര്യം തന്നെയാണ് ഒരു മജീഷ്യൻ നിങ്ങൾ കാണികൾക്കെതിരെ പ്രയോഗിക്കുന്നത്. അങ്ങനെ വളരെ കൂളായിട്ട് അയാൾ നിങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മാജിക് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഈ കഥ ആരംഭിക്കുന്നത് 4 ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള മജീഷ്യൻസിനെ കാണിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തെ വ്യക്തിയുടെ പേര് ഡാനിയൽ എന്നാണ്. ഇവനെ നമുക്ക് ഡാനി എന്ന് വിളിക്കാം. ഇവനിപ്പോ ചിക്കാഗോയിൽ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്നിട്ട് ഒരു മാജിക് കാണിക്കുകയാണ്. അവൻ ഒരു കൂട്ടം കാർഡുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലേഡിയുടെ അടുത്തത് കാണിച്ചിട്ട് അതിലൊന്ന് മനസ്സിൽ വിചാരിക്കാൻ പറയുന്നു. അവൻ ആ കാർഡ് കാണിച്ചു ഉടനെ തന്നെ അവൾ അതിലൊന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ആ കാർഡ് നിരത്തിയിട്ട് നിങ്ങൾ വിചാരിച്ചത് ഇതിലേതെങ്കിലും ആണോ എന്നാണ് അടുത്തായിട്ട് ചോദിക്കുന്നത്. എന്നാൽ ഈ സമയം അവൻ ആ കാർഡ് കാണിച്ചപ്പോൾ അവൾ വിചാരിച്ച ആ കാർഡ് ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അവൾ ഇല്ലാന്ന് പറയുമ്പോ, ഓ നീ വിചാരിച്ച കാർഡ് ഇതിലില്ല അല്ലേ, എന്നാൽ ശരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ കാർഡൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അവരുടെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ കാർഡ് അവൻ എറിഞ്ഞ ഉടനെ തന്നെ ആ ബിൽഡിങ്ങിലെ ലൈറ്റുകൾ തെളിയാൻ തുടങ്ങി. ആ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. ആ പെണ്ണ് ഏത് കാർഡാണോ മനസ്സിൽ വിചാരിച്ചത് ആ കാർഡിന്റെ രൂപമാണ് അവിടെ ബിൽഡിംഗിൽ ലൈറ്റായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെങ്ങനെ പുകഴ്ത്തി കൈയടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അവൻ അറിയാതെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. ഒരു ഹുഡിയിട്ട മനുഷ്യൻ അവൻ കാണിക്കുന്ന പരിപാടിയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് ന്യൂ ഓർലിയാൻസ് ആണ്. അവിടെയാണ് അടുത്ത മജീഷ്യൻ. ഇവന്റെ പേര് മെറിറ്റ് എന്നാണ്. ഒരു മജീഷ്യനേക്കാൾ ഉപരി ഇവനൊരു മെന്റലിസ്റ്റ് ആണ്. അവനിപ്പോ ഒരു റെസ്റ്റോറന്റിൽ നിന്നിട്ട് 2 ആൾക്കാരുടെ അടുത്ത് അവന്റെ മെന്റലിസം കാണിക്കാൻ തുടങ്ങി. ഒരു ഹസ്ബൻഡും വൈഫും ആണത്. മെറിറ്റ് ആ ലേഡിയെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അനങ്ങാൻ മാത്രമല്ല അവൾക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അവളെ ആ ഒരു അവസ്ഥയിലാക്കിയതിനു ശേഷം മെറിറ്റ് അടുത്തതായിട്ട് ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡിന്റെ മനസ്സ് റീഡ് ചെയ്യാണ്. അയാളുടെ മനസ്സ് വായിച്ചതിൽ നിന്നും അയാളും അയാളുടെ വൈഫിന്റെ സിസ്റ്ററും തമ്മിൽ സെറ്റപ്പാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇതെല്ലാം കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ വൈഫിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവള് ഹസ്ബൻഡിനെ അടിക്കാനൊക്കെ തുടങ്ങുകയാണ്. എന്നാൽ ഇപ്പൊ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അവക്ക്. ഹസ്ബൻഡ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് മെറിറ്റ് അയാൾക്ക് മറ്റൊരു ഓഫർ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളുടെ മനസ്സിൽ നിന്ന് ഞാൻ മായ്ച്ചു കളഞ്ഞു തരാം, പക്ഷെ അതിന് നിങ്ങൾ എനിക്ക് $250 തരേണ്ടി വരും എന്നാണ് അവൻ പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ വീണ്ടും മെന്റലിസം ഒക്കെ കാണിച്ചിട്ട് ആ ലേഡിയുടെ മനസ്സിൽ നിന്ന് അതൊക്കെ മായ്ച്ചു കളയുന്നു. ഇപ്പൊ അവള് നോർമലായി. അവൾക്കിപ്പോ നേരത്തെ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. അങ്ങനെ ആ പൈസ കൊടുത്തതിന് ശേഷം ആ ഹസ്ബൻഡും വൈഫും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം അവൻ ഈ ട്രിക്കൊക്കെ പെർഫോം ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ആ ഹുഡിയിട്ട മനുഷ്യൻ ആ റെസ്റ്റോറന്റിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ന്യൂയോർക്കാണ്. ഇവിടെയാണ് നമ്മുടെ അടുത്ത മജീഷ്യൻ. ഇവന്റെ പേര് ജാക്ക് എന്നാണ്. അവനിപ്പം അവിടെയുള്ള ഒരു ബോട്ടിലാണ് നിൽക്കുന്നത്. കുറെ ആൾക്കാർ ആ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. അവനിപ്പോ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് നിങ്ങളുടെ അടുത്തൊരു മാജിക് കാണിക്കാൻ പോവാണ്. ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾക്ക് ഞാൻ $100 തരാം എന്നാണ് അവൻ പറയുന്നത്. അതിനുശേഷം അവൻ ആ സ്പൂൺ വെച്ചിട്ട് ട്രിക്ക് കാണിക്കാൻ തുടങ്ങി. അതായത് അവൻ ആ സ്പൂണ് പൊക്കി പിടിച്ചിട്ട് മനസ്സുകൊണ്ട് അത് വളയ്ക്കുകയാണ്. അങ്ങനെ ആ സ്പൂൺ അവൻ വളച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ആൾക്കാരൊക്കെ കൈയടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ കൂട്ടത്തിലൊരുത്തിന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ശരീരം മൊത്തം തപ്പുന്നത്. അവന്റെ കോട്ടും പാന്റൊക്കെ തപ്പി നോക്കുമ്പോൾ അവന് 2 സ്പൂണുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അയാൾ അവന്റെ ആ മാജിക് പൊളിച്ചു. അതുകൊണ്ട് തന്നെ ജാക്ക് ആണെങ്കിൽ $100 എടുത്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ മാജിക് ഒക്കെ ഫെയിലായി പൈസയും പോയി അവൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ ഹുഡിയിട്ട മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അറിയാതെ അയാൾ ഒന്ന് തട്ടിയതിനു ശേഷമാണ് അവൻ താഴേക്ക് ഇറങ്ങി പോകുന്നത്. ഇതേ സമയം പൈസ വാങ്ങിച്ചവൻ അവന്റെ പോക്കറ്റ് തപ്പി നോക്കുകയാണ്. പേഴ്സ് കാണുന്നില്ല, മാത്രമല്ല വാച്ചും കാണുന്നില്ല. അത് ജാക്കാണ് എടുത്തത് എന്ന കാര്യം അവന് മനസ്സിലായി. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ജാക്ക് ആ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അടുത്തതായിട്ട് കാണിക്കുന്നത് ലോസ് ഏഞ്ചലസ് ആണ്. ഇവിടെയാണ് അടുത്ത മജീഷ്യൻ. ഇവളുടെ പേര് ഹെൻലി എന്നാണ്. അവളിപ്പോ ഒരു മാജിക് ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 2 ആൾക്കാർ വന്നിട്ട് അവളുടെ കൈയും കാലും ഒക്കെ ചങ്ങല വെച്ചിട്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് ഒരു വെള്ളം നിറച്ച ടാങ്കിലേക്ക് ഇടുകയാണ്. 1 മിനിറ്റാണ് അവൾക്ക് സമയമുള്ളത്. ആ 1 മിനിറ്റിനകം ആ ചങ്ങല അഴിച്ചിട്ട് വെളിയിലേക്ക് വരണം. അല്ലെങ്കിൽ നല്ല കിടിലം പണിയാണ് അവൾക്ക് കിട്ടുക. അതായത് ആ ടാങ്കിന്റെ മുകളിൽ മറ്റൊരു ടാങ്ക് ഉണ്ട്. അതിനകത്ത് മൊത്തം നരഭോജികളായിട്ടുള്ള പിരാന മത്സ്യങ്ങളാണ്. 1 മിനിറ്റ് കഴിഞ്ഞ ആ ടാങ്ക് തുറന്നിട്ട് ആ മത്സ്യങ്ങളൊക്കെ അവള് നിൽക്കുന്ന ടാങ്കിലേക്ക് വരും. അതിനു മുമ്പ് അവള് രക്ഷപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പിരാനകളൊക്കെ അവളെ കൊല്ലുകയും ചെയ്യും.
അങ്ങനെ ആ ടാങ്കിലേക്ക് ഇറക്കിയതിനു ശേഷം അവൾ ആ ചങ്ങലകളൊക്കെ അയക്കാൻ തുടങ്ങി. എന്നാൽ കയ്യിലെ ചങ്ങല മാത്രമേ അവൾക്ക് അയക്കാൻ സാധിക്കുന്നുള്ളൂ. കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന അയക്കാൻ പറ്റുന്നില്ല. അവൾക്കാണെങ്കിൽ വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്. അവൾ ആ ടാങ്കിൽ കടന്നിട്ട് ഇങ്ങനെ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ കാണികൾക്കാകെ വെപ്രാളമായി. അതിലൊരുത്തരാണെങ്കിൽ ആ ടാങ്ക് തല്ലി പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ ആ പിരാനകൾ ഇരിക്കുന്ന ടാങ്ക് ഓപ്പൺ ആയിട്ട് പിരാന മത്സ്യങ്ങളൊക്കെ അവളുടെ ടാങ്കിലേക്ക് വീണു. പിന്നീട് കാണിക്കുന്നത് ആ ടാങ്ക് മൊത്തം ബ്ലഡ് നിറയുന്നതാണ്. അത് കണ്ട് ആൾക്കാരൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കാണികൾക്കിടയിലൂടെ അവൾ പുറകിൽ നിന്ന് വരുന്നത്. അവളുടെ ആ ട്രിക്കൊക്കെ കണ്ട് അവരെല്ലാരും ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം തന്നെ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ആ ഹുഡി ഇട്ട മനുഷ്യനും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ 4 പേരെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. ഒരു ദിവസം ഡാനി അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് അവന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതൊരു കാർഡായിരുന്നു. അവനത് എടുത്തു നോക്കുമ്പോൾ മാർച്ച് 29 ഒരു സ്ഥലത്തേക്ക് വരണം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ ഡാനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ജാക്കിന് ആ കാർഡ് കിട്ടിയത് അവന്റെ പോക്കറ്റിൽ നിന്നാണ്. മെറിറ്റിന് കാർഡ് കിട്ടിയത് അവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിന്റെ ടേബിളിൽ നിന്നാണ്. എന്നാൽ ഹെൻലിക്ക് കിട്ടിയത് ആ പിരാനകളെ നിറച്ച ടാങ്കിൽ നിന്നാണ്. എല്ലാവരുടെ കാർഡിലും ഒരു സ്ഥലത്തേക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ കാർഡ് കിട്ടിയതിനെ തുടർന്ന് അവർ ആ കാർഡിൽ പറഞ്ഞ ദിവസം തന്നെ ആ സ്ഥലത്തേക്ക് എത്തി. അതൊരു ഫ്ളാറ്റിനകത്തുള്ള റൂമാണ്. ഹെൻലി അവിടേക്ക് എത്തിയിട്ട് ആ ബിൽഡിങ്ങിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഡാനി അങ്ങോട്ട് വരുന്നത്. ഈ ഡാനിയും ഹെൻലിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. മാജിക്കിൽ ഈ ഹെൻലിയുടെ ഗുരുവാണ് ഈ ഡാനി. കുറെ കാലത്തിന് ശേഷമാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഫ്ളാറ്റിലേക്ക് കയറാൻ തുടങ്ങി. ആ റൂമിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ റൂമിന്റെ വാതിൽക്കലായിട്ട് മെറിറ്റ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ പരിചയപ്പെട്ടു. ഈ സമയത്താണ് ജാക്കും അങ്ങോട്ട് വരുന്നത്. ഡാനിയെ കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. കാരണം ഈ ഡാനിയുടെ ഒരു ഫാനാണ് ഈ ജാക്ക്. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാക്ക് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോന്നാണ്. അതേക്കുമ്പോൾ ഞങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഈ വാതിൽ ലോക്കാണ്, ഇത് തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് ഡാനി ഇതിന് മറുപടി പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെ വരത്തില്ല, ഒരു ഡോറും അങ്ങനെ എപ്പോഴും ലോക്കായിട്ട് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് ജാക്ക് ചില ഉടായ്പകളൊക്കെ കാണിച്ച് ആ വാതിൽ കുത്തി തുറക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആ റൂമിന്റെ അകത്തേക്ക് എത്തി. റൂമിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പേപ്പർ കിടക്കുന്നുണ്ട്. ഡാനി ഉടനെ തന്നെ ആ പേപ്പർ എടുത്ത് നോക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് നൗ യു ഡോണ്ട് എന്നാണ്. കുറച്ചപ്പുറത്തായിട്ട് ഒരു വെളുത്ത റോസാപ്പൂവും കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഹെൻലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ റോസാപ്പൂ എടുത്തിട്ട് അവിടെ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ജഗ്ഗിലേക്ക് വെക്കുകയാണ്. എന്നാൽ ആ റോസാപ്പൂ വെക്കേണ്ട താമസം ആ ജഗ്ഗിന്റെ അടിയിലൂടെ ആ വെള്ളം മൊത്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത് നേരെ ഒഴുകി ചെല്ലുന്നത് അവിടെ ഒരു പ്രത്യേക രീതിയിൽ വരച്ചു വെച്ചൊരു ഭാഗത്തേക്കാണ്. അങ്ങനെ ആ ഭാഗത്ത് മൊത്തം ആ വെള്ളം നിറയുമ്പോൾ അവിടെ മൊത്തം പുക വരാൻ തുടങ്ങി. ഇതല്ലാതെ വേറെ ഒന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് മെറിറ്റ് അവിടെയുള്ള ഒരു ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അതിപ്പോ ഓണല്ല. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് തിരിച്ചിട്ട് ആ ലൈറ്റ് ഓണാക്കുകയാണ്. എന്നാൽ അത് ഓണാക്കേണ്ട താമസം ആ റൂമിന്റെ പല ഭാഗങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ലേസറൊക്കെ ഓണായി. അതിപ്പോ ഒരു വലിയ ബ്ലൂ പ്രിന്റ് ആണ് അവരുടെ മുന്നിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും അത്ഭുതത്തോടെയാണ് അവരതിലേക്ക് നോക്കി നിൽക്കുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ടിപ്പം 1 വർഷമായി. ലാസ് വേഗാസ് ആണ് സ്ഥലം. ഈ 1 വർഷമായിട്ട് ഇവര് 4 പേര് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇവര് നല്ല രീതിയിൽ ഫേമസ് ആവുകയും ചെയ്തു, ഒരുപാട് കാശ് സമ്പാദിച്ചു. ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവര് ലാസ് വേഗാസിൽ ഒരു ഷോ നടത്തുകയാണ്. ഒരുപാട് ആളുകളാണ് അത് കാണാൻ വേണ്ടി ആ ഹാളിൽ കൂടിയിരിക്കുന്നത്. അങ്ങനെ അവർ 4 പേരും അവിടുത്തെ ആ സ്റ്റേജിലേക്ക് കയറി. ഇവരുടെ ഈ ടീമിന്റെ പേര് 4 ഹോഴ്സ്മെൻ എന്നാണ്. ഇന്നത്തെ ഇവരുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആർതർ ട്രെസ്ലർ എന്ന പേരുള്ള ഒരാളാണ്. ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ അനൗൺസ്മെന്റിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം ആ കാണികൾക്കിടയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് തേഡിയസ് എന്നാണ്. ഇയാളും ഇയാളുടെ അസിസ്റ്റന്റ് ആയ ഒരു ലേഡിയുമാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ മൊബൈൽ ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളും പഴയൊരു മാജിക്കാരനാണ്. എന്നാൽ ഇപ്പം അയാൾ മാജിക് ഷോ ഒന്നും നടത്തുന്നില്ല. അതിന് പകരം മാജിക് കാണിക്കുന്ന ആൾക്കാരുടെ ട്രിക്കുകളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് വീഡിയോ പബ്ലിഷ് ചെയ്യലാണ് ഇയാളുടെ ജോലി. അതിനുവേണ്ടി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഒരു സെക്യൂരിറ്റി വന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുന്നത്. ഇവിടെ നടക്കുന്ന പരിപാടിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തൽക്കാലം ഈ ഫോൺ ഞാൻ കൊണ്ടുപോവാണ്, ഷോ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി ഫോണുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ തേഡിയസിന്റെയും അയാളുടെ അസിസ്റ്റന്റിന്റെയും കയ്യിൽ വേറെ ചെറിയൊരു ക്യാമറയുണ്ട്. ആ സെക്യൂരിറ്റി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അയാൾ ആ ക്യാമറ വെച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ആ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇന്ന് നടത്താൻ പോകുന്ന മാജിക്കിനെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ തുടങ്ങി. അത്രയും കാണികൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നും റാൻഡം ആയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കും. പക്ഷെ ഇവര് 4 പേരും അല്ല തെരഞ്ഞെടുക്കുന്നത്, അവിടെയുള്ള ഓഡിയൻസ് ആണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതൊരു പ്രത്യേക രീതിയിലാണ്. അതായത് ഇവരെല്ലാവരും ഇരിക്കുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റ് നമ്പറിന് 3 ഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം ഏത് സെക്ഷനിലാണ് അയാൾ ഇരിക്കുന്നതെന്നാണ്, രണ്ടാമത്തെ ഭാഗം ഏത് റോയിലാണ് അയാൾ ഇരിക്കുന്നത്, മൂന്നാമത്തേത് അയാൾ ഇരിക്കുന്ന സീറ്റിന്റെ നമ്പറാണ്. ഈ 3 ഭാഗങ്ങളും അവർ ഓരോരോ ബോളുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ബോളുകളൊക്കെ ഒരു വലിയ ബൗളിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരിൽ 4 പേരിൽ 3 ആൾക്കാർ ഓരോരോ ബൗള് കയ്യിലെടുത്തു. എന്നിട്ട് അതൊക്കെ കാണികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് അതിൽ നിന്നൊരു ബോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കാണികളൊക്കെ ഓരോരോ ബോളുകൾ എടുത്തു. 3 ബോളുകളാണ് സെലക്ട് ആവുക. അങ്ങനെ അവർക്കിപ്പോൾ കിട്ടിയ ബോളുകൾ ഒന്ന് B, ഒന്ന് 5, ഒന്ന് 13 ആണ്.
അതായത് ബി സെക്ഷനിൽ 5ാമത്തെ റോയിൽ 13ാം നമ്പർ സീറ്റിലിരിക്കുന്ന ആളെയാണ് അവിടുത്തെ ഓഡിയൻസ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ഡാനി ഉടനെ തന്നെ അയാളെ വിളിച്ചു. ഇയാളുടെ പേര് ഇറ്റിയൻ എന്നാണ്. ഒരു ഫ്രഞ്ചുകാരനാണ് ഇയാള്. അങ്ങനെ അയാളെ പരിചയപ്പെട്ടതിന് ശേഷം ഡാനി അടുത്തതായിട്ട് ചോദിക്കുന്നത് അയാളുടെ ബാങ്ക് ഏതാണെന്നാണ്. ഈ സമയം അയാളുടെ ബാങ്കിന്റെ പേര് പറഞ്ഞു. പാരീസിലെ ക്രെഡിറ്റ് റിപ്പബ്ലിക്കൻ, അതാണ് അയാളുടെ ബാങ്കിന്റെ പേര്. അയാൾ ആ പേര് പറയുമ്പോ, ഓ, വേറൊരു രാജ്യത്താണല്ലേ നിങ്ങളുടെ ബാങ്ക്? പ്രശ്നമില്ല, ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ വെച്ച് നിങ്ങളുടെ ബാങ്കിലെ മുഴുവൻ പൈസയും ഇവിടെ നിന്നുകൊണ്ട് കൊള്ളയടിക്കാൻ പോവാണ്. അവൻ ആ കാര്യം പറയുന്ന കേൾക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ അത്ഭുതത്തോടെ കൈയടിക്കുകയാണ്. അങ്ങനെ ഡാനിയുടെ നിർദ്ദേശപ്രകാരം ഇറ്റിയൻ ആ സ്റ്റേജിലേക്ക് നടക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്ത് പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും അവരുടെ സ്പോൺസർ അവർ പരിചയപ്പെടുത്താറുണ്ട്. ഇറ്റിയൻ ആ സ്റ്റേജിലേക്ക് നടന്നു വരുന്ന സമയത്തിൽ അവർ ആ കാര്യമാണ് ചെയ്യുന്നത്. അതായത് ആർതർ ട്രെസ്ലർ, ഇയാളാണ് ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി ക്യാഷ് മുടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ആർതർ ട്രെസ്ലറിനെ ആ കാണികൾക്ക് മൊത്തത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഇറ്റിയൻ ആണെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തി. അവൻ അവിടേക്ക് കയറി വരുന്ന വഴി നമ്മുടെ മെറിറ്റ് അവനെ ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരൊരു പ്രത്യേക തരത്തിലുള്ള ഹെഡ്സെറ്റ് എടുത്തിട്ട് അയാളുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിയുമ്പോൾ ഹെൻലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി എടുത്തിട്ട് വായുവിലേക്ക് ചുഴറ്റുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു മെഷീൻ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ മെഷീൻ വന്നു കഴിയുമ്പോൾ അവർ ഇറ്റിയൻ ആ മെഷീന്റെ അകത്തേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് അത് വെച്ചിട്ട് അയാളെ ക്ലോസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർ ആ മെഷീനിലെ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മെഷീന്റെ മുകളിലത്തെയും താഴത്തെയും ഭാഗം പെട്ടെന്ന് പ്രസ്സായി പോകുന്നു. അതോടുകൂടെ ഇറ്റിയൻ ആണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതൊക്കെ കണ്ട് കാണികൾ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അപ്രത്യക്ഷമായ ഇറ്റിയൻ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അയാളുടെ ബാങ്കിന്റെ വോൾട്ടിനുള്ളിലാണ്. അതായത് പാരീസിലുള്ള അയാളുടെ ബാങ്കിന്റെ വോൾട്ടില്. സെക്കൻഡുകൾ കൊണ്ടാണ് അവർ അയാൾ അവിടെ എത്തിച്ചത്. അയാൾ അവിടെ നോക്കുമ്പോൾ ആ വോൾട്ടിനകത്ത് നിറയെ കാശിരിക്കുന്നുണ്ട്. ഈ സമയം അയാൾ ആ വോൾട്ടിൽ നിൽക്കുന്നത് ആ മാജിക് ഷോ നടക്കുന്ന സ്റ്റേജിലെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് വെച്ചുകൊടുത്ത ഹെൽമെറ്റ് വഴി ഡാനി അയാളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ബാങ്കിന്റെ വോൾട്ടിൽ തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പൈസ നിങ്ങൾ കാണുന്നില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും നിങ്ങൾ തന്നെ സൈൻ ചെയ്ത കാർഡും ഈ ഷോയുടെ ടിക്കറ്റും എടുക്കണം. എന്നിട്ട് അതെടുത്തിട്ട് ആ പൈസയ്ക്ക് ഇടയിലേക്ക് വെക്കണം എന്നാണ് ഡാനി നിർദ്ദേശം കൊടുക്കുന്നത്. അത് കേൾക്കുന്ന അയാളാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ തന്നെ ആ ടിക്കറ്റും കാർഡും എടുത്തിട്ട് ആ പൈസയ്ക്ക് ഇടയിലേക്ക് വെക്കുന്നു. അടുത്തതായിട്ട് ഡാനി പറയുന്നത് അയാളുടെ ഹെൽമെറ്റിൽ വെച്ചിരിക്കുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാനാണ്. അത് കേട്ട ഉടനെ തന്നെ അയാൾ ആ ബട്ടണിൽ പ്രസ് ചെയ്യുകയും ചെയ്തു. ആ ബട്ടണിൽ പ്രസ് ചെയ്യേണ്ട താമസം അവിടെ വെച്ചിരിക്കുന്ന പൈസകളൊക്കെ വായുവിലേക്ക് ഇങ്ങനെ ഉയരാൻ തുടങ്ങി. അതിങ്ങനെ വളരെ വേഗത്തിൽ പുറത്തേക്കാണ് പോകുന്നത്. ഒരു വലിയ ടണൽ പോലെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൈസ ഇങ്ങനെ പറന്ന ടണലിലൂടെ പുറത്തേക്ക് പോവാണ്. ഇപ്പൊ ഈ പരിപാടി നടക്കുന്നത് പാരീസിലെ രാവിലെയാണ്. ഇതുവരെയായിട്ടും ബാങ്ക് തുറന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ബാങ്കിൽ ആൾക്കാർ വന്നിട്ട് ആ വോൾട്ട് തുറക്കുന്നത്. അവരങ്ങോട്ട് കയറി വരുമ്പോൾ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിനകത്തുള്ള ഒരു പൈസ പോലും കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ആ ഇറ്റിയൻ വെച്ച ആ കാർഡും ഷോയുടെ ടിക്കറ്റും മാത്രമാണ്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ് അവര്. ഇതേ സമയം തന്നെ അവിടെ നിന്ന് പറന്നുപോയ പൈസ മുഴുവൻ ആ മാജിക് ഷോ നടക്കുന്ന സ്റ്റേജിലേക്ക് വീഴാൻ തുടങ്ങി. മഴ പെയ്യുന്ന പോലെ നിറയെ പൈസയാണ് താഴേക്ക് വന്ന് വീഴുന്നത്. അതെല്ലാം ഒറിജിനൽ നോട്ടുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കാണികളെല്ലാം ഇങ്ങനെ അന്തം വിട്ട് കൈയടിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു മാജിക്കും കാണിച്ചുകൊണ്ട് അവർ ഇന്നത്തെ ഈ ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അവർ ബാങ്ക് കൊള്ളയടിച്ച കാര്യങ്ങളൊക്കെ നാട്ടിൽ മൊത്തം പാട്ടായി. അതിനെ തുടർന്ന് FBI ആ 4 പേരും താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് ചെന്നിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവർ അവന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഡിലാൻ എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഇവന്റെ ടീമിൽ ഇന്റർപോളിൽ നിന്ന് വന്ന ഒരു ലേഡിയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവളുടെ പേര് അൽമ എന്നാണ്. അവർ ആദ്യം ചോദ്യം ചെയ്യുന്നത് ആ വോൾട്ടിനകത്തേക്ക് കയറിയ ഇറ്റിയൻ എന്ന് പറഞ്ഞ ആളെയാണ്. യഥാർത്ഥത്തിൽ അവനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അവൻ ഇപ്പോഴും ഒറിജിനലായിട്ട് അവൻ ബാങ്ക് കൊള്ളയടിച്ചതാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല കിളി പോയ പോലെയാണ് അവൻ കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ അവനോട് ചോദ്യമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ അടുത്തതായിട്ട് ഡിലാൻ അൽമയും നേരെ പോകുന്നത് ആ 4 പേരുടെ അടുത്തേക്കാണ്. പക്ഷെ അവന്മാരെ ചോദ്യം ചെയ്തിട്ടും അവന്മാരിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടിയില്ല. മാത്രമല്ല അവരെല്ലാവരും പോലീസുകാരെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഡിലാൻ ചോദ്യം ചെയ്യുന്നത് ഡാനിയാണ്. ഡാനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇനിയും കൊള്ളയടിക്കും, നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ എപ്പോഴും നിങ്ങളെക്കാൾ ഒരുപാട് പടി മുന്നിലായിരിക്കും ഞങ്ങൾ എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഡിലാന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാളിപ്പോൾ ഡാനിയെ അടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഡാനി എഴുന്നേറ്റിട്ട് അവന്റെ കൈ ഒന്ന് കുടയുന്നത്. അവന്റെ കയ്യിൽ വിലങ്ങിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവനത് കുടഞ്ഞ ഉടനെ തന്നെ ആ വിലങ്ങ് നേരെ ഡിലാന്റെ കയ്യിലേക്ക് ചെന്നിട്ട് ലോക്കായി. അയാൾക്കിപ്പോൾ അത് ഊരാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഡാനി അൽമയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. അവിടെ വെച്ചിരിക്കുന്ന ആ പെപ്സി ക്യാൻ ഒന്ന് പൊട്ടിച്ചു നോക്കിയേ എന്നാണ് അവൻ പറയുന്നത്. അവൾ ഉടനെ തന്നെ അത് പൊട്ടിച്ച് താഴേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു. ആ വിലങ്ങ് തുറക്കാനുള്ള കീ ഉണ്ടായിരുന്നത് ആ പെപ്സി ക്യാന്റെ ഉള്ളിലാണ്. എന്നാൽ അവൾ അത് താഴേക്ക് ഒഴിച്ചപ്പോൾ ആ പെപ്സി മൊത്തം അവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ആ ടേബിളിൽ തന്നെയാണ് ഡിലാന്റെ ഫോണും വെച്ചിരിക്കുന്നത്. ആ പെപ്സി ആ ഫോണിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി ഡാനി പെട്ടെന്ന് ആ ഫോൺ എടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ അത് ഡിലാന് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ അവരെ വെറുതെ വിടാണ്. അങ്ങനെ ആ 4 പേരും കൂളായിട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ട് വളരെ നിരാശയിൽ നിൽക്കുകയാണ് ഡിലാൻ.
ഈ സമയത്താണ് വേറൊരു ഓഫീസർ വരുന്നത്. അയാളിപ്പോ ഒരു കാര്യം പറയാൻ തുടങ്ങി. ആ മാജിക് ഷോ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാണികളിൽ ഭൂരിഭാഗം പേരും ഇവര് തന്നെ സെറ്റാക്കിയ ആൾക്കാരാണ്. ഇതെല്ലാം ആ തേഡിയസ് എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേഡിയസിനെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ മാജിക്കാരെ പൊളിച്ചെടുക്കലാണ് അയാളുടെ ജോലി. നിങ്ങൾ പോയിട്ട് അയാളെ ഒന്ന് കണ്ടു നോക്ക്. ഇവരെന്തുടായ്പ കാണിച്ചിട്ടാണ് ആ ബാങ്ക് കൊള്ളയടിച്ചത് എന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ആ ഓഫീസർ പറയുന്നത്. അതിനെ തുടർന്ന് ഡിലാനും അൽമയും ആ തേഡിയസിനെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആദ്യം അവരെ കാണുമ്പോൾ ഇത്രയും കാലം തേഡീസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അയാൾ അവരുടെ അടുത്ത് പറയുന്നത്. അതായത് അയാൾ കുറെ മാജിക്കാരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അയാൾ അതെല്ലാം പറയുന്ന കേൾക്കുമ്പോൾ അൽമ അയാളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നു. നിങ്ങളെല്ലാ മാജിക്കാരെയും പൊളിച്ചടിക്കുന്നുള്ളതൊക്കെ ഓക്കെ, പക്ഷെ നിങ്ങൾ കാരണം ഒരാൾ മരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ലയണൽ ഷ്രൈക്ക് എന്നായിരുന്നു അയാളുടെ പേര് എന്നാണ് അൽമ ചോദിക്കുന്നത്. കേട്ടിട്ടുണ്ട്, ഞാനാണല്ലോ അയാളെ പൊളിച്ചടക്കിയത്, അതുകൊണ്ട് എനിക്ക് അറിയാതിരിക്കും അയാളെ. 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. പക്ഷെ ഞാൻ അയാളെ പൊളിച്ചടക്കിയതിനു ശേഷം അയാൾ വീണ്ടും മാജിക് കാണിക്കാൻ വന്നു. അത് അയാളുടെ ക്രെഡിബിലിറ്റി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പുതിയൊരു ട്രിക്കായിരുന്നു അത്. അയാൾ ഒരു ബോക്സിനകത്തേക്ക് കയറിയിട്ട് അത് ലോക്ക് ചെയ്തു. എന്നിട്ട് അയാളുടെ നിർദ്ദേശപ്രകാരം തന്നെ ആ ബോക്സ് ഒരു നദിയിലേക്ക് ഇട്ടു. പക്ഷെ പിന്നീട് ഒരിക്കലും അയാൾ ആ നദിയിൽ നിന്ന് പൊങ്ങി വന്നില്ല. അയാളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ പുതിയൊരു മാജിക് ആയിട്ട് വന്നപ്പോൾ അയാൾ അത് ശരിക്കും പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അല്ലാതെ ഞാൻ കാരണമല്ല അയാൾ മരിച്ചത് എന്നാണ് തേഡീസ് പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം തേഡീസ് ഇപ്പോൾ ഡിലാനെയും അൽമയും കൂട്ടി ആ 4 ഹോഴ്സ്മാൻ മാജിക് നടത്തിയ ആ ഹാളിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ ഇപ്പോഴും ആ മെഷീൻ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവര് ബാങ്ക് കൊള്ളയടിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് തേഡീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അവർ ആ ഇറ്റിയന്റെ തലയിൽ വെച്ചു കൊടുത്ത പോലത്തെ ഒരു ഹെഡ്സെറ്റ് എടുത്തിട്ട് തേഡീസ് ഡിലാന്റെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ആ മെഷീന്റെ അകത്തേക്ക് കയറ്റി. അതിനുശേഷം ആ മെഷീൻ ഓണാക്കുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡിലാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ വാനിഷ് ആവുകയല്ല ചെയ്തത്. ആ സാധനം പ്രസ്സായി കഴിഞ്ഞപ്പോൾ അവനൊരു ഗ്യാപ്പിന്റെ ഇടയിലൂടെ ആ വോൾട്ടിലേക്ക് വീഴാണുണ്ടായത്. അതായത് ഈ വോൾട്ട് എന്ന് പറയുന്നത് പാരീസിലല്ല ഇരിക്കുന്നത്, അത് ആ സ്റ്റേജിന് താഴെയായിട്ടാണ്. ഡിലാൻ ആ വോൾട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ താഴേക്കുള്ള കോണിപ്പടി വഴി തേഡിയസും അൽമയും ആ വോൾട്ടിന്റെ ഉള്ളിലേക്ക് എത്തി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് പാരീസിലെ വോൾട്ടിലെത്തിയതെന്ന് എന്നാണ് തേഡീസ് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ ഇറ്റിയൻ എന്ന് പറയുന്നത് ഇവന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണെന്നാണോ? അതെങ്ങനെ ശരിയാവും? അയാളെ റാൻഡമായിട്ട് തെരഞ്ഞെടുത്തതല്ലേ? അതും കാണികളാണ് അയാളെ തെരഞ്ഞെടുത്തത്. ശരിയാണ്, കാണികൾ തന്നെയാണ് അയാളെ തെരഞ്ഞെടുത്തത്. പക്ഷെ ഈ ഇറ്റിയൻ എന്ന് പറയുന്ന ആള് ആ മാജിക്കാരുടെ കൂട്ടത്തിലുള്ള ആളല്ല. അയാളെ അവന്മാര് പറ്റിച്ചതാണ്. ഈ ഇറ്റിയനെ കുറെ കാലം മുമ്പ് തന്നെ അവർ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കാണികൾ അയാളെ തെരഞ്ഞെടുത്തത് നോക്കാം. അവർ ആ ബോളുകളൊക്കെ കാണിച്ചു കൊടുത്തല്ലോ. അവിടുത്തെ ഓഡിയൻസ് ആണെങ്കിൽ അതിൽ ഓരോരോ ബോളുകൾ എടുക്കുകയും ചെയ്തു. ആ ബോളുകൾ എടുത്ത് അവന്മാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവന്മാര് നൈസായിട്ട് ഒരു മാജിക് ട്രിക്കിലൂടെ ആ ബോളുകൾ മാറ്റി. അങ്ങനെ ആ മാജിക് വഴി മാറ്റിവെച്ച ബോളുകളാണ് ഇറ്റിയൻ ഇരിക്കുന്ന സീറ്റിന്റെ നമ്പർ. ഈ ഒരു മാജിക് ട്രിക്ക് കാണിച്ചിട്ടാണ് റാൻഡമായിട്ടാണ് അവർ ഇറ്റിയനെ തെരഞ്ഞെടുത്തത് എന്നവർ കാണികളെ വിശ്വസിപ്പിച്ചത്. ഇനി അടുത്ത നിങ്ങളുടെ സംശയം, അയാളുടെ ബാങ്ക് എങ്ങനെ അവർ കണ്ടെത്തി? അയാൾ ഒപ്പിട്ട കാർഡ് എങ്ങനെ സംഘടിപ്പിച്ചു? അത് സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ കാലമായിട്ട് ഇവർ ഇറ്റിയനെ വാച്ച് ചെയ്യായിരുന്നു. അതിൽ നിന്നും അവർ ഇയാളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചു. അതിൽ നിന്നാണ് അയാളുടെ ബാങ്ക് ഏതാണെന്ന് അവർ മനസ്സിലാക്കിയത്. മാത്രമല്ല ആ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസിൽ നിന്നും അയാളുടെ സിഗ്നേച്ചർ അവർ സംഘടിപ്പിച്ചു. എന്നിട്ട് അവർ തന്നെയാണ് പാരീസിലെ ആ വോട്ടിൽ വെച്ച കാർഡിലെ സിഗ്നേച്ചർ ഇട്ടത്. ഇനി നിങ്ങളുടെ അടുത്ത സംശയം, പാരീസിലുള്ള വോൾട്ടിലെ പൈസയൊക്കെ എങ്ങനെ അപ്രത്യക്ഷമായി എന്നല്ലേ? അതും സിമ്പിളാണ്. ആ ബാങ്കിലേക്ക് പുതിയ കുറെ നോട്ടുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അവന്മാർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ആ പൈസയൊക്കെ ട്രക്കിലേക്ക് കയറ്റുന്ന സമയത്ത് ആ പൈസയ്ക്ക് താഴെയുള്ള ഒരു അറയിലായിട്ട് യവന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവന്മാർ ആ ട്രക്കിലുള്ള ആൾക്കാരെയൊക്കെ ബോധം കെടുത്തി. എന്നിട്ട് കുറെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾ ആ ട്രക്കിലേക്ക് വെച്ച് അതിലുള്ള ഒറിജിനൽ നോട്ടുകളൊക്കെ അവർ മാറ്റി. എന്നിട്ട് ആ ഒറിജിനൽ നോട്ടുകളാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വോൾട്ടിൽ അവന്മാർ കൊണ്ടുവച്ചത്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകളാണ് പാരീസിലുള്ള ബാങ്കിന്റെ ലോക്കറിൽ എത്തിയത്. ആ നോട്ടുകളുടെ കൂട്ടത്തിൽ ഇവന്മാര് തന്നെ ഒപ്പിട്ട ഇറ്റിയന്റെ കാർഡും ആ ഷോയുടെ ടിക്കറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ആ നോട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന് ഫ്ലാഷ് പേപ്പർ എന്നാണ് പറയാ. സാധാരണ എല്ലാ മജീഷ്യന്മാരും ആ പേപ്പറുകൾ ഉപയോഗിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് അത് കത്തിച്ചു കളയാൻ സാധിക്കും. അത് കത്തി തീർന്നു കഴിഞ്ഞാൽ ആ പേപ്പറിന്റെ അവശിഷ്ടമോ പുകയോ ഒന്നും തന്നെ അവിടെ ബാക്കിയുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ആ ബാങ്കിലെ ആൾക്കാരൊക്കെ വോൾട്ട് തുറന്നപ്പോൾ ആ പൈസയോ അതിന്റെ അവശിഷ്ടങ്ങളോ ഒന്നും അവിടെ കാണാതിരുന്നത്. ഇങ്ങനെയാണ് അവർ നടത്തിയ ബാങ്ക് മോഷണത്തെ കുറിച്ചിട്ട് തേഡീസ് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ മാജിക്കാരെല്ലാവരും അവരുടെ പുതിയ ഷോയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ആർതർ ട്രെസ്ലറിന്റെ പ്രൈവറ്റ് ജെറ്റിലാണ് അവരുടെ യാത്ര. അയാൾ തന്നെയാണ് ഈ ഷോയും സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അയാൾ ഇപ്പൊ ആ ഫ്ലൈറ്റിലുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കുറെ സമയത്തെ യാത്രയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ അതിനകത്ത് ഇരുന്നൊരു ഗെയിം കളിക്കുകയാണ്. ആർതർ ട്രെസ്ലറിന് വെച്ചിട്ടാണ് അവർ ആ ഗെയിം കളിക്കുന്നത്. നമ്മുടെ ഡാനി ഉണ്ടല്ലോ, അവന് ഈ മെന്റലിസം ഒന്നും അറിയത്തില്ല, എങ്കിലും അവനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവനറിയാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോൾ ആർതർ ട്രെസ്ലറിൽ പരീക്ഷിച്ചു നോക്കുന്നത്. അതായത് ആർതർ ട്രെസ്ലറിന്റെ കുട്ടിക്കാലത്തുള്ള പെറ്റ് ഏതാണ്, അയാളുടെ അമ്മാവന്റെ പേരെന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അറിയാവുന്ന മെന്റലിസം വെച്ച് പറഞ്ഞു നോക്കുന്നത്.
പക്ഷെ അവൻ പറഞ്ഞ പേരുകളൊക്കെ തെറ്റായിരുന്നു. യഥാർത്ഥ പേരുകളൊക്കെ അയാൾ പറയുമ്പോൾ ആ കാര്യം ജാക്കിന് മനസ്സിലായി. അവന്റെ മെന്റലിസം പാളിപ്പോയത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ അവനെ കളിയാക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഡിലനും ടീമും ആ മാജിക് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ അവന്മാർ എന്തെങ്കിലും ഉടായ്പ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവന്മാരെ പിടിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് ഡിലൻ. അവൻ അതിനു വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അൽമയാണെങ്കിൽ ചില മാജിക് പുസ്തകങ്ങളൊക്കെയാണ് വായിച്ചു നോക്കുന്നത്. മാജിക്കിനെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ അവന്മാരുടെ മുന്നിൽ പെട്ടുപോകരുത് എന്നൊരാഗ്രഹത്തിലാണ് ആ മാജിക്കിനെ കുറിച്ചിട്ടൊക്കെ അവൾ റെഫർ ചെയ്യുന്നത്. ഈ സമയം അവൾ വായിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ലയണൽ ഷ്രൈക്ക് ഉണ്ടല്ലോ, ആ നദിയിൽ വീണ് മരിച്ച ആള്, അയാളുടെ ഒരു മാജിക്കിനെ കുറിച്ചിട്ടാണ്. അവൾ അത് ഡിലന്റെ അടുത്ത് പറയുകയും ചെയ്തു. അതായത് ഒരു ദിവസം അയാൾ ഒരു പാർക്കിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കാർഡിൽ അയാളുടെ ഒപ്പിട്ട് വാങ്ങി. എന്നിട്ട് അവൻ അയാളെയും കൊണ്ട് പോകുന്നത് 20 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു മരത്തിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ആ മരം അവർ വെട്ടിപ്പൊളിച്ചു. എന്നാൽ ആ മരം വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ചില്ലിന്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ്സിലുണ്ടായിരുന്നത് നേരത്തെ ഇയാൾ സൈൻ ചെയ്ത അതേ കാർഡ് തന്നെയാണ്. ലയണൽ ഷ്രൈക്ക് കാണിച്ച ഈ ഒരു മാജിക്കിനെ കുറിച്ചിട്ടാണ് അൽമ ഇപ്പൊ ഡിലാന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നോക്ക അൽമ, എനിക്ക് ഈ മാജിക്കിനെ കുറിച്ച് അറിയാനൊന്നും ഒരു താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അവന്മാരെ പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ മരത്തിനെ കുറിച്ച് ഓർത്തിട്ടൊന്നും നീ വലിയ ആകാംക്ഷയൊന്നും കാണിക്കണ്ട. അതിന്റെ പിന്നിലും എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് ഉണ്ടാവും എന്നാണ് ഡിലൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ തേഡിയസ് ഇപ്പോൾ അയാളുടെ അടുത്ത പ്രോഗ്രാമിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ആർതർ ട്രെസ്ലർ അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോൾ തേഡിയസിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഷോയിലൂടെ എത്ര മജീഷ്യൻസിന്റെ കരിയറാണ് നശിപ്പിച്ചതെന്ന് അറിയോ? ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരിപാടി നിർത്തണം. നിങ്ങൾ ഈ ഷോയിൽ നിന്ന് സമ്പാദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ ഞാൻ തരാം എന്നാണ് ആർതർ പറയുന്നത്. എന്നാൽ തേഡിയസ് അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന ആർതറിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത പരിപാടി നിന്നെ പൂട്ടുക എന്നുള്ളതാണ്. നിനക്കറിയാലോ എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇവിടുത്തെ പോലീസുകാരൊക്കെ കേൾക്കൂ. എങ്ങനെ നിന്നെ പൂട്ടണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ആർതർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അയാളുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തേഡിയസ് നേരെ പോകുന്നത് നമ്മുടെ പിള്ളേരുടെ അടുത്തേക്കാണ്. അവരിന്ന് പരിചയപ്പെടാനാണ് തേഡിയസ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. എന്നാൽ അവരാണെങ്കിൽ അയാളോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ഈ സമയത്താണ് ഡാനി അയാളുടെ അടുത്തൊരു കാര്യം പറയുന്നത്. ഞാനിപ്പോൾ പുതിയൊരു ഐറ്റം പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനൊരു കുത്തി ചീട്ട് എടുക്കുന്നു. ഇതിൽ നിന്നൊരു ചീട്ട് വിചാരിക്കാനാണ് അവൻ അയാളുടെ അടുത്ത് പറയുന്നത്. അയാളാണെങ്കിൽ അത് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. ഈ സമയം അവൻ ആ ചീട്ടിലേക്കൊന്ന് ഊതാണ്. അത് കാണുന്ന തേഡിയസിന് ചിരിയാണ് വരുന്നത്. ഓ, ഇനിയിപ്പം നീ നിന്റെ കോട്ടിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നും ഞാൻ വിചാരിച്ച് ചീട്ട് എടുക്കുമായിരിക്കും. അതല്ലേ നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ എത്ര കാലം മുന്നത്തെ മാജിക് ആണ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ഡാനി ആണെങ്കിൽ ഒന്ന് ചിരിച്ചതിന് ശേഷം അവന്റെ കോട്ടിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷം എന്റെ കോട്ടിനകത്തൊന്നും നിങ്ങൾ വിചാരിച്ച ചീട്ടില്ല, ഇനി നിങ്ങൾ നിങ്ങളുടെ കോട്ടിനകത്തൊന്നും നോക്കിയേ എന്നാണ് അവൻ പറയുന്നത്. ഈ സമയം അയാൾ നോക്കുമ്പോൾ അയാളുടെ പോക്കറ്റിനകത്താണ് അയാൾ വിചാരിച്ച ആ കാർഡ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അയാൾ അവിടെ വന്നിട്ട് വാതിൽക്കലാണ് നിൽക്കുന്നത്. അയാൾ അവരുടെ അടുത്തേക്ക് പോലും പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൻ ആ ചീട്ട് അയാളുടെ പോക്കറ്റിലിട്ടത് എന്നതിനെ കുറിച്ചാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ 4 ഹോഴ്സ്മാന്റെ പുതിയ മാജിക് ഷോ നടക്കുന്ന സമയമായി. ഒരുപാട് കാണികളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഡിലനും അൽമയും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് അൽമ ഡിലന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അവള് നേരത്തെ പറഞ്ഞ ആ ലയണൽ ഷ്രൈക്ക് കാണിച്ച മരത്തിന്റെ മാജിക് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അയാൾ ചെയ്തത് എന്ന കാര്യം അവൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത്. അതായത് ഈ ലയണൽ ഷ്രൈക്കിന് 14 വയസ്സുള്ളപ്പോൾ അവൻ ആ മരത്തിൽ ഒരു പൊത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവനൊരു ഐഡിയ തോന്നി. അവൻ ആ പാർക്കിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞ് ആ മനുഷ്യന്റെ ഒപ്പം അന്ന് തന്നെ ഒരു കാർഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കാർഡ് എടുത്തിട്ട് ആ മരത്തിന്റെ പൊത്തിലേക്ക് വെച്ചു. എന്നിട്ട് 18 വർഷങ്ങൾക്ക് ശേഷം ലയണൽ ഷ്രൈക്ക് നേരിട്ട് ചെന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും ഒരു കാർഡിൽ ഒപ്പിട്ട് വാങ്ങി. എന്നിട്ട് അയാളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ മരം വെട്ടിപ്പൊളിച്ചു. ഇങ്ങനെയാണ് അയാൾ ആ മാജിക് കാണിച്ചത്. അതായത് അത്രയും വർഷങ്ങളായിട്ട് ആ കാർഡ് ആ മരത്തിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് അൽമ ഇപ്പൊ ഡിലാന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ മാജിക് ആരംഭിച്ചു. ഇന്നത്തെ മാജിക്കും ഒരു ബാങ്കിലെ പൈസ മോഷ്ടിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇത് വേറൊരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന കാണികളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒരു പേപ്പറിലേക്ക് അവർ നേരത്തെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണികളെല്ലാവരും ആ ബാങ്ക് ബാലൻസ് എഴുതിയ പേപ്പറും കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്. വളരെ കുറച്ച് പൈസ മാത്രമേ അവരുടെ ബാങ്കിലുള്ളൂ. ഈ സമയം ആർതർ ട്രെസ്ലറിനെയും അവർ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. അയാളുടെ ബാങ്ക് ബാലൻസ് എഴുതിയ ഒരു വലിയ കാർഡ് അവരങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് ഡോളറാണുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവരടുത്ത നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് കാണികളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ടോർച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടോർച്ച് വെച്ചിട്ട് അവരുടെ ബാങ്ക് ബാലൻസ് എഴുതിയ പേപ്പറിലേക്ക് അടിക്കാനാണ് അവർ പറയുന്നത്. അവരത് പറയുമ്പോൾ തന്നെ ഓഡിയൻസ് ആണെങ്കിൽ ആ ടോർച്ച് തെളിയിക്കുകയും ചെയ്തു. ഈ സമയം ജാക്ക് ആണെങ്കിൽ ഒരു വലിയ ടോർച്ച് എടുത്തിട്ട് ആ ആർതറിന്റെ കാർഡിലേക്കും അടിക്കുന്നുണ്ട്. എന്നാൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞപ്പം ആർതറിന്റെ ബാങ്ക് ബാലൻസ് ഒക്കെ കുറയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കാണികളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളുടെ മുഴുവൻ പൈസയും അവർ ആ കാണികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് വെറുതെ ഓഡിയൻസിനെ കബളിപ്പിക്കുകയാണ് എന്നാണ് ആർതർ വിചാരിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് ഈ ആർതർ ട്രെസ്ലറിന്റെ കമ്പനിയിലാണ്.
എന്നാൽ ആവശ്യം വന്നപ്പം ആ ഇൻഷുറൻസ് തുകയൊന്നും ആ കമ്പനിക്കാർ തിരിച്ചു കൊടുത്തില്ല. അവർ ഓരോരോ ഒഴിവ് കഴിവുകൾ പറയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെ അവരവിടെ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വിളിച്ചു പറയുന്നുണ്ട്. അവരത് പറഞ്ഞു തീരുമ്പോഴേക്കും അവരുടെ മൊബൈലിലൊക്കെ മെസ്സേജ് വരാൻ തുടങ്ങി. അവർക്ക് നഷ്ടപ്പെട്ട പൈസ മൊത്തം അവരുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആർതർ ട്രെസ്ലറിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാജിക് ഷോ നടത്തിയത്. അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ആ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഡാനി ആ മെന്റലിസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ മനസ്സിലായപ്പോൾ ആർതറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ അവരെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഒരു ചങ്ങല വന്നിട്ട് അയാളുടെ കാലിൽ ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ അവന്മാരെല്ലാവരും ഒരു റോപ്പ് വഴി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അവന്മാരെ പണിയൊപ്പിച്ചെന്ന് മനസ്സിലാവുമ്പോൾ ഡിലനും ടീമും അവന്മാരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ഓടിയിട്ടും അവന്മാരുടെ പൊടി പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അന്ന് രാത്രി വളരെ നിരാശയോടെയാണ് ഡിലൻ റൂമിലേക്ക് എത്തിയത്. ഈ സമയം അവൻ നോക്കുമ്പോൾ അൽമ നല്ല ഉറക്കത്തിലാണ്. അവൾ അവളുടെ ബെഡിൽ ഒരു ബുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. അത് മാജിക്കുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. അവൻ വേഗം ചെന്നിട്ട് അത് എടുത്തിട്ട് അതിലെന്താണെന്ന് വായിച്ചു നോക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൾ എഴുന്നേറ്റ് വരുന്നത്. അത് വായിച്ചിട്ട് അവനൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവം എന്ന് അവൻ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈ സമയം അവൾ ആ ബുക്കിനെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ തുടങ്ങി. ദ ഐ എന്ന പേരിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവരാണ് മാജിക്കിന്റെ യഥാർത്ഥ സൂക്ഷിപ്പുകാരൻ. മാത്രമല്ല മാജിക് പരിശീലിക്കുന്നവരുടെ സംരക്ഷകനും. ദ ഐന്റെ കൂടെ ചേരണമെങ്കിൽ അവർ ചില ആജ്ഞകളൊക്കെ അനുസരിക്കണം. ഇതിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നൂറ്റാണ്ടിൽ 2 തവണയാണ്. ഇത് വായിച്ചതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ഹോഴ്സ്മാൻ ഉണ്ടല്ലോ, അവരിതിൽ ചേരാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവർക്ക് ശരിക്കും ബാങ്ക് കൊള്ളയടിക്കണം എന്നായിരുന്നെങ്കിൽ അങ്ങ് കൊള്ളയടിച്ചാൽ പോരെ. അതിനിങ്ങനത്തെ മാജിക് ഷോ ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉറപ്പായിട്ടും ദയ്യന്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇത് വെറും ഐതിഹ്യങ്ങൾ മാത്രമായിരിക്കാം. കാരണം ഇതൊന്നും നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡിലൻ അവന്റെ ഫോൺ എടുക്കുന്നത്. അതിലെന്തോ ഒരു ഗ്ലിച്ച് കാണുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ആരോ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ആ ഫോൺ എടുത്തിട്ട് അവന്റെ ടീമിനെ ഏൽപ്പിക്കുകയാണ്. അവരത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഡിലന്റെ ഫോണല്ല, അത് ആ 4 ഹോഴ്സ്മാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഡിലൻ ആരോടൊക്കെ സംസാരിച്ചോ അല്ലെങ്കിൽ ആർക്കൊക്കെ മെസ്സേജ് അയച്ചോ അതെല്ലാം അവന്മാര് കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് അവന്മാർ ആ ഫോൺ അടിച്ചു മാറ്റിയത് എന്ന കാര്യം ഡിലന് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് അവനൊരു കാര്യം ഓർക്കുന്നത്. അവൻ ഉടനെ തന്നെ നേരത്തെ അവന്മാരെ ചോദ്യം ചെയ്ത വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കുകയാണ്. അതിലവർ ഡാനിയെ ചോദ്യം ചെയ്ത വിഷ്വല് കാണുന്നുണ്ട്. അവൻ നേരത്തെ ആ പെപ്സി ക്യാൻ അങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയം ഡിലന്റെ ഫോണാണല്ലോ ആ ടേബിളിന്റെ മുകളിലുണ്ടായിരുന്നത്. അവൻ തന്നെ അത് എടുക്കുകയും ചെയ്തു. ആ അവസരത്തിലാണ് നൈസായിട്ട് അവൻ ഫോൺ മാറ്റിയത്. ആ കാര്യം ഇപ്പൊ ഡിലന് മനസ്സിലായി. ഇതൊക്കെ കൂടി ആയപ്പോൾ അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. എന്തു വന്നാലും അവന്മാരെ പൂട്ടിയേ അടങ്ങൂ എന്ന വാശിയിലാണ് അവൻ. ഇതേ സമയം തന്നെ ഹോഴ്സ്മാൻ എല്ലാവരും അവരുടെ ഹൈഡൌട്ടിലാണ്. നേരത്തെ അൽമ പറഞ്ഞ ദ ഐ ഉണ്ടല്ലോ, അവളുടെ ഊഹം ശരിയായിരുന്നു. ഈ ഐന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നതൊക്കെ. അവർക്ക് ഒരാൾ ആജ്ഞകൾ കൊടുക്കുന്നുണ്ട്. ആ ആജ്ഞകൾക്കനുസരിച്ചിട്ടാണ് അവർ ഈ ബാങ്കൊക്കെ കൊള്ളയടിച്ചത്. ആ ആജ്ഞകൾ മൊത്തം അനുസരിച്ച് കഴിഞ്ഞാലേ അവർക്ക് ഐന്റെ കൂടെ ചേരാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം അവർക്ക് ഒരു മിഷനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് ഐനെ മീറ്റ് ചെയ്യാം. എന്നാൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ ഈ ഹൈഡൌട്ടിലേക്ക് പോലീസുകാർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് നശിപ്പിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവരെയും ട്രാക്ക് ചെയ്തിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ടെത്തി. അത് കണ്ട ഉടനെ തന്നെ അവർ ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നാൽ 3 പേരാണ് ആദ്യം വെളിയിലേക്ക് ഇറങ്ങുന്നത്. ജാക്ക് ഇപ്പോഴും ആ റൂമിന്റെ അകത്ത് തന്നെയാണ്. അവൻ അവിടെയുള്ള ആ ഡീറ്റെയിൽസ് ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഡിലനും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ കഷ്ടിച്ച് ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം ഒരു കാറും എടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് പോവാണ്. എന്നാൽ ഇതെല്ലാം പോലീസുകാരും കാണുന്നുണ്ട്. അവരും വിടാതെ അവനെ ഫോളോ ചെയ്യാണ്. അങ്ങനെ അവൻ കാർ ഓടിച്ചിട്ട് നേരെ ഒരു പാലത്തിന് മുകളിലെത്തി. അവിടെ നല്ല ട്രാഫിക് ആണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. വളരെ വേഗത്തിലാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലത്തിൽ തട്ടിയിട്ട് ജാക്കിന്റെ കാറ് മറഞ്ഞു പോകുന്നു. ഇതും കണ്ടുകൊണ്ടാണ് ഡിലനും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. കാറ് മറിഞ്ഞത് കാണുമ്പോൾ ഡിലൻ വേഗം തന്നെ കാറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും കാറ് കത്തിപ്പിടിച്ചിട്ടുണ്ട്. ജാക്കിന്റെ കയ്യിൽ അവരെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് അടങ്ങിയ പേപ്പർ ഇരിക്കുന്നുണ്ട്. ഡിലൻ ആദ്യം ചെന്നിട്ട് ആ പേപ്പേഴ്സ് ആണ് എടുക്കുന്നത്. അതിനുശേഷം അവനെയും പുറത്തേക്ക് ഇറക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് അവൻ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. അപ്പോഴേക്കും കാറാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ ആ പൊട്ടിത്തെറിയിൽ ജാക്ക് മരിച്ചു. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മറ്റൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഡാനിയും കൂട്ടരും കാണുന്നുണ്ട്. അവരും ശരിക്കും സങ്കടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡിലനും മറ്റൊരു പോലീസുകാരനും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഡിലന് തേഡിയസിന്റെ ഒരു കോള് വരുന്നത്. ഈ തേഡിയസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ആർതർ ട്രെസ്ലറിന് വേണ്ടിയിട്ടാണ്. അയാൾ തേഡിയസിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ മാജിക്കാരെ മൊത്തം ഇല്ലാതാക്കി കഴിഞ്ഞാൽ അയാൾ ചോദിക്കുന്ന പൈസ കൊടുക്കാമെന്ന്. തേഡിയസ് ആണെങ്കിൽ ആ ഡീലിന് ഓക്കെ പറയുകയും ചെയ്തു. ഈ സമയത്ത് തേഡിയസ് ഡിലന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിലൻ,
നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നിന്റെ കൂടെയുള്ള ആ അൽമയുണ്ടല്ലോ, അവളെ നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലല്ലോ നിങ്ങളുടെ ടീമിൽ ചേർന്നത്. അവൾ സ്വയം ഇഷ്ടത്തിന് വന്നതല്ലേ. എന്റെ ബലമായ സംശയം അവൾ ആ ഹോഴ്സ്മാനെ സഹായിക്കുന്നുണ്ടോന്നാണ്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്ക് എന്ന് പറയാനാണ് തേഡീസ് വിളിച്ചത്. അയാൾ അതൊക്കെ പറയുമ്പം അവനും ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഡിലൻ അവന്റെ ടീമിന്റെ അടുത്തേക്ക് എത്തി. തേഡിയസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അൽമയെ അങ്ങനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അവരുടെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ആ മാജിക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുകയാണ്. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ പോലീസ് ടീം ഒക്കെ 5 വർഷമായിട്ട് ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി കോൺട്രാക്ടറെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ $500 ബില്യൺ അടുത്ത് പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് പോലീസുകാർ പിടിച്ച് ഒരു ഗോഡൌണിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ആ മജീഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തതിൽ നിന്നും അവരുടെ അടുത്ത ലക്ഷ്യം ആ സേഫ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വേഗം തന്നെ ആ സേഫ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ഡാനിയും ടീമും യൂട്യൂബിൽ ഒരു വീഡിയോ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആദ്യം അതിൽ പറയുന്നത് ജാക്കിന്റെ മരണത്തെക്കുറിച്ചാണ്. ലോകം അറിയപ്പെടുന്ന ഒരു മജീഷ്യൻ ആവണം എന്നായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അവൻ അവന്റെ ആഗ്രഹത്തിന്റെ തൊട്ടടുത്ത് എത്തിയതാണ്. പക്ഷെ അപ്പോഴേക്കും അവൻ നമ്മളെ വിട്ട് പിരിഞ്ഞു. എന്തായാലും അവൻ പോയി. പക്ഷെ ഞങ്ങൾ തുടങ്ങി വെച്ചതൊന്നും ഞങ്ങൾക്ക് ഇവിടം കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരെക്കാളും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്ത് തീർത്തേ പറ്റൂ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞങ്ങളുടെ അവസാനത്തെ ഷോ ഉണ്ട്. നിങ്ങൾ എല്ലാവരും അത് കാണാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് അവര് ഷോ നടത്തുന്ന സ്ഥലം കൂടെ ആ വീഡിയോയിൽ എല്ലായിടത്തും പറയാണ്. ഇതേ സമയം തന്നെ പോലീസുകാരാണെങ്കിൽ ആ സേഫ് ഇരിക്കുന്ന ഗോഡൌണിലെത്തി. വെളുത്ത പെയിന്റ് അടിച്ചൊരു റൂമാണത്. എന്നാൽ പോലീസുകാർ അങ്ങോട്ട് എത്തുമ്പോൾ അതിനകത്ത് ആ പണം അടങ്ങിയ സേഫ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന സേഫ് എവിടെ പോയി എന്ന് അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോലീസുകാരനെയല്ലേ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ആ സേഫ് ഇവിടെ നിന്ന് മാറ്റണമെന്ന്. അതിപ്പോ ഇവിടെ നിന്ന് ഒരു ട്രക്കിൽ കയറ്റി കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർ വേഗം പുറത്തേക്ക് ഓടി. ഈ സമയം ആ ട്രക്ക് അവിടെ നിന്ന് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാർ വന്നിട്ട് ആ ട്രക്കിനെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ പിന്നിലും ആ മജീഷ്യന്മാരാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ഈ ട്രക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രക്ക് വെച്ചിട്ട് അവന്മാരെ പിടിക്കാം എന്നാണ് പോലീസുകാർ പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഡിലനും ടീം ആ ട്രക്കിൽ കയറിയിട്ട് അതിനെങ്ങോട്ടാണോ കൊണ്ടുവരാൻ പറഞ്ഞത് അവിടേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അവർ ആ ട്രക്കും കൊണ്ട് അവിടെ നിന്ന് പോകുന്നതിനിടയിൽ അവർ ആ മജീഷ്യൻസിന്റെ യൂട്യൂബ് വീഡിയോയും കാണുന്നുണ്ട്. അങ്ങനെ സമയം വൈകുന്നേരമായി. ആ ഷോ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ട്രക്ക് എവിടേക്കാണോ എത്തിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് എത്തി. അവരിപ്പോ ആ ട്രക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഈ സമയം അങ്ങോട്ട് വന്നത് തേഡിയസും അയാളുടെ ടീമാണ്. അത് കാണുമ്പോൾ അപ്പൊ നിങ്ങളാണല്ലോ ഇതിന്റെ പുറകിൽ എന്നാണ് ഡിലൻ തേഡിയസിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വട്ടാണോ? ഞാനും ആ മജീഷ്യൻസിനെ തേടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓ, അപ്പൊ അവര് നിങ്ങളെയും പറ്റിച്ചല്ലേ? പറ്റിച്ചു. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ വോൾട്ട് തുറന്നു നോക്ക്, അതിനകത്തൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് തേഡീസ് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഡിലൻ ചെന്നിട്ട് ആ വോൾട്ട് തുറക്കുകയാണ്. അതിനകത്ത് നിറയെ ബലൂണാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ ഷോ നടക്കുന്നതിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങുന്നത്. അത് കേട്ട ഉടനെ തന്നെ പോലീസുകാരെല്ലാം വേഗം തന്നെ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അതൊരു ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. അവിടെ മൊത്തത്തില് പല കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മജീഷ്യൻസ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ റിയൽ ആയിട്ടല്ല അവരവിടെ നിൽക്കുന്നത്. അവരവരുടെ ഒരു വിർച്വൽ പ്രൊജക്ഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ അവരെല്ലാവരോടുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നാണ് ഞങ്ങളുടെ ലാസ്റ്റ് മാജിക്. ഇത് കാണാൻ വന്ന നിങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. ഈ സമയം ആ കാണികളൊക്കെ ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അതിന് മുകളിലായിട്ട് 3 പേര് നിൽക്കുന്ന കാണുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ പോലീസുകാർ വേഗം ബിൽഡിങ്ങിന് മുകളിലേക്ക് പോവാണ്. ഈ സമയത്താണ് അൽമ ഡിലാന്റെ അടുത്തേക്ക് വരുന്നത്. എനിക്കറിയാം നീ ഇപ്പൊ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന്, എന്നാൽ ഇപ്പൊ നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. അവന്മാരെവിടെയാണുള്ളതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവള് ഡിലാനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ പോലീസുകാരൊക്കെ ആ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ഉണ്ടായിരുന്നത് 3 പ്രതിമകളാണ്. ഇതേ സമയം തന്നെ അൽമ ഡിലാനെയും കൊണ്ട് ആ മജീഷ്യൻസ് ആദ്യം നിന്ന് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് എത്തി. ഇവിടെ വെച്ചിട്ടാണ് അവർ ആ വിർച്വൽ പ്രൊജക്ഷൻ ചെയ്തത്. എന്നാൽ ഇപ്പൊ അവരങ്ങോട്ട് ചെന്നപ്പോൾ ആ മജീഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് വീണ്ടും ആ മജീഷ്യൻസിന്റെ സൗണ്ട് കേൾക്കുന്നത്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഡിലനും അൽമയും വേഗം പുറത്തേക്ക് ഓടി. ഈ സമയം അവർ റിയൽ ആയിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അവസാനത്തെ മാജിക് കാണിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി അവർ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അതോടൊപ്പം തന്നെ നിറയെ പൈസയാണ് അവിടെ ചിതറി വീഴുന്നത്. അത് കണ്ട് അവിടെ കൂടി നിൽക്കുന്ന കാണികളൊക്കെ വളരെ ആഹ്ലാദത്തോടെ കൈയടിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഡിലനും കാണുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് മറ്റൊരു പോലീസുകാരനെ കണ്ടുവരുന്നത്. കുറച്ച് പൈസ എടുത്തിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഡിലൻ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ താഴേക്ക് വന്ന് വീണ പൈസയൊന്നും ഒറിജിനൽ അല്ല. അതിൽ ആ മജീഷ്യൻസിന്റെ ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ യഥാർത്ഥ പൈസയൊക്കെ എവിടെ പോയി എന്നാണ് ഡിലൻ ആ പോലീസുകാരന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇതേ സമയം തന്നെ തേഡിയസ് ആണെങ്കിൽ അയാളുടെ വണ്ടി എടുക്കാൻ വേണ്ടി കാർ പാർക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അയാൾ വണ്ടി ഓണാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ റിമോട്ടിൽ ഞെക്കി. ആ റിമോട്ടിൽ ഞെക്കിയ ഉടനെ തന്നെ ആ കാറിന്റെ ഡോറും ഡിക്കിയൊക്കെ ഒരുമിച്ച് ഓപ്പൺ ആവുകയാണ്. അതിനകത്തായിരുന്നു ആ ഒറിജിനൽ പൈസ ഉണ്ടായിരുന്നത്. അത് കണ്ട് തേഡിയസ് ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്.
ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ട് എത്തി. അപ്പൊ അയാളാണ് പൈസ മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡിലൻ ഇപ്പം ആ തേഡീസിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. ഡിലന്റെ കൂടെ 2 പോലീസുകാരുണ്ട്. ഇപ്പൊ അയാളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അവർ ഡിലനെയും തേഡീസിന്റെ സെല്ലിനകത്തേക്ക് കടത്തിവിടാണ്. അതിനുശേഷം ആ സെല്ല് പൂട്ടി അവരവിടെ പോവുകയും ചെയ്തു. അങ്ങനെ ആ പോലീസുകാർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തേഡീസ് ഡിലന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ പൈസ മോഷ്ടിച്ച ഞാനല്ല, അവന്മാരെന്നെ പെടുത്തിയതാണ്. എന്താ സംഭവിച്ചത് എന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ വെളുത്ത പെയിന്റ് അടിച്ച ഗോഡൌണിലേക്ക് ചെന്നപ്പോൾ ആ സേഫ് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ സേഫ് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പിൽ അവരൊരു കണ്ണാടി വെച്ച് മറച്ചതാണ്. അതുകൊണ്ടാണ് ആ സേഫ് നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത്. മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റി നിങ്ങളോട് പറയുകയും ചെയ്തു ആ സേഫ് അവിടെ നിന്ന് കൊണ്ടുപോയി എന്ന്. അത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ ആ ട്രക്കിന്റെ പുറകെ പോയി. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ ബുദ്ധി. അവര് നിങ്ങൾ ആ ട്രക്കിന്റെ പുറകെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ്. അങ്ങനെ നിങ്ങൾ ആ ട്രക്കിന്റെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ആ ഗോഡൌണിലേക്ക് വന്നിട്ട് ആ കണ്ണാടി പൊട്ടിച്ചു. എന്നിട്ട് അവൻ അതിൽ നിന്ന് പൈസ എടുക്കുകയും ചെയ്തു. ആ ഗോഡൌണിലേക്ക് വന്നത് മറ്റാരുമായിരുന്നില്ല, അത് ആ ജാക്ക് ആയിരുന്നു എന്നാണ് തേഡീസ് പറയുന്നത്. അത് കേൾക്കുമ്പോ ജാക്കോ, അതെങ്ങനെ സംഭവിക്കും? അവൻ എന്റെ മുന്നിൽ കിടന്നിട്ടല്ലേ മരിച്ചത് എന്നാണ് ഡിലൻ ചോദിക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ മുന്നിൽ കിടന്നിട്ട് തന്നെയാണ് മരിച്ചത്. പക്ഷെ അതും നിങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങൾ അവനെ ചേസ് ചെയ്തുകൊണ്ട് ഒരു പാലത്തിന്റെ മുകളിലേക്ക് കയറിയില്ലേ? പക്ഷെ അവിടെ നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാറിന്റെ തൊട്ടടുത്തെത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ആ പാലത്തിൽ ഒരേപോലത്തെ 2 കാറുകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാഴ്ച മറഞ്ഞപ്പം അവർ ആ കാറ് മാറ്റി. എന്നിട്ട് 2ാമത്തെ കാറ് അവർ മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കിയതാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട ശരീരം ജാക്കിൻ്റെതായിരുന്നില്ല. അവരത് മോർച്ചറിയിൽ നിന്ന് എടുത്ത മറ്റൊരു ശരീരമായിരുന്നു. ഇങ്ങനെയാണ് അവർ നിങ്ങളെ പറ്റിച്ചത് എന്നാണ് തേഡീസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്തിനാണ് അവർ ഇങ്ങനെ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യുന്നത്? എത്ര പൈസ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അവർ ഉപയോഗിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഡിലൻ ചോദിക്കുന്നത്. എന്നാൽ അതിനൊരു ഉത്തരം പറയാൻ തേഡീസിനെ കൊണ്ടാവുന്നില്ല. ഈ സമയത്താണ് ഡിലൻ മറ്റൊരു കാര്യം പറയുന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ലയണൽ ഷ്രൈക്ക് ഉണ്ടല്ലോ, ആ മരിച്ചുപോയ മാജിക്കാരൻ, ഞാൻ അയാളെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ലൈഫ് ഇൻഷുറൻസ് ചെയ്തത് ആർതർ ട്രെസ്ലറിന്റെ കമ്പനിയിലാണ്. പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം ട്രെസ്ലറിന്റെ ആൾക്കാര് ആ പൈസ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്തില്ല. ആ പൈസയൊക്കെ സൂക്ഷിച്ചിരുന്നത് ആ പാരീസിലെ ബാങ്കിലായിരുന്നു. ഇപ്പൊ പാരീസിലെ ബാങ്കും കൊള്ളയടിക്കപ്പെട്ടു, ആർതർ ട്രെസ്ലറിന്റെ പൈസയും കൊള്ളയടിക്കപ്പെട്ടു. പിന്നെ ഇപ്പൊ അവസാനം നടന്ന മോഷണം ഉണ്ടല്ലോ, നിങ്ങൾ പെട്ടുപോയത്. ഈ പൈസയൊക്കെ എൽക്കഹോൺ എന്ന് പറയുന്ന സേഫ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടേതാണ്. ഈ കമ്പനിയുടെ സേഫിന്റെ അകത്ത് കയറിയിട്ടായിരുന്നു ലയണൽ ഷ്രൈക്ക് ആ ലേക്കിലേക്ക് മുങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽപ്പെട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കൂടെ? ആ മജീഷ്യന്മാരൊക്കെ ഇനി പ്രവർത്തിക്കുന്നത് ആ ലയണൽ ഷ്രൈക്കിന് വേണ്ടിയിട്ടാണെങ്കിലോ എന്നാണ് ഡിലാൻ ചോദിക്കുന്നത്. എന്നാൽ അതിനൊരു ഉത്തരം പറയാനും തേഡീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ മജീഷ്യന്മാരെല്ലാം ആ ലയണൽ ഷ്രൈക്ക് പണ്ട് മാജിക് കാണിച്ച പാർക്കിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ അയാളുടെ പേരിലുള്ള ഒരു മരവും ഉണ്ട്. അവർ ചെന്ന് നോക്കുമ്പോൾ ആ മരത്തിലെ പൊത്തലായിട്ടൊരു കാർഡ് ഇരിക്കുന്നുണ്ട്. ഈ സമയം അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സിനിമയുടെ തുടക്കത്തിൽ കിട്ടിയ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടല്ലോ, അതെല്ലാം കൂട്ടി വെച്ചിട്ട് അവർ ആ മരത്തിലുള്ള കാർഡിന് നേരെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയൊരു പ്രകാശം വരുന്നുണ്ട്. അങ്ങനെ ആ പ്രകാശം വന്നു കഴിയുമ്പോൾ അവരുടെ പുറകിലുള്ള കുറെ ബൾബുകളൊക്കെ കത്താൻ തുടങ്ങി. മാത്രമല്ല ഒരു കൂടാരം പോലുള്ള ഒരു സ്ഥലത്ത് ലൈറ്റുകൾ ഓണാവുന്നുണ്ട്. അതിനകത്ത് അമ്യൂസ്മെന്റ് പാർക്കിലുള്ളതുപോലത്തെ ഒരു റൈഡാണ്. ആ സെറ്റപ്പ് ഒക്കെ കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയവും ഡിലൻ ആണെങ്കിൽ ആ തേഡീസിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ ദ ഐ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ ഈ ഹോഴ്സ്മാൻ എല്ലാവരും ഈ ഐക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. നിങ്ങളും ഈ ഐയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്നൊരു ക്ഷണം കിട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ മജീഷ്യന്മാർക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഡിലൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയ്യോ, അത് റിയൽ ആണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതൊരു കെട്ടുകഥ മാത്രമാണ് എന്നാണ് തേഡീസ് അതിന് മറുപടി പറയുന്നത്. കെട്ടുകഥയോ? എങ്കിൽ പിന്നെ ഈ ഹോഴ്സ്മാന്റെ പുറകിൽ ആരാണ്? ഡിലൻ വീണ്ടും ചോദിക്കുന്നു. അതെങ്ങനെ എനിക്കറിയാനാണ്? ഒരു പക്ഷെ ഏതെങ്കിലും ഒരു പ്രാന്തനായിരിക്കും എല്ലാം ത്യജിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടവൻ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതല്ല. എന്നാൽ FBI ആക്സസ് കോഡൊക്കെ ഉപയോഗിച്ചിട്ട് അവന്മാർ ആ ഗോഡൌണിൽ കടന്നല്ലോ. സമ്മതിക്കണം, എപ്പോഴും അവന്മാർ എല്ലാവരെക്കാൾ ഒരു പടി മുന്നിലാണ് ചിന്തിക്കുന്നത്. തേഡീസ് പുറം തിരിഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാളൊന്ന് നിർത്തി. ഈ സമയം അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത്രയും നേരം ആ സെല്ലിനകത്തുണ്ടായിരുന്ന ഡിലൻ ഇപ്പൊ കാണുന്നില്ല. ആ സെല്ല് പൂട്ടിയിട്ടാണ് നേരത്തെ ആ പോലീസുകാർ അങ്ങോട്ട് പോയത്. പിന്നെ ഇവനിതെവിടെ പോയി എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഈ സമയത്താണ് ഡിലൻ ആ സെല്ലിന്റെ വെളിയിൽ നിൽക്കുന്ന അയാൾ കാണുന്നത്. അത് കണ്ട് അയാൾക്ക് ശരിക്കും അത്ഭുതമായി. ഈ ഒരു അവസരത്തിൽ തേഡിയസിന് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ, ആരാണ് നീ? എന്നാൽ ഡിലൻ അതിന് മറുപടി പറയുന്നില്ല. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കാലമായി എന്നറിയോ നീ ഇതുപോലെ ഈ സെല്ലിന്റെ അകത്ത് നിൽക്കുന്നതൊന്ന് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എന്റെ ആഗ്രഹം സഫലമായി എന്ന് പറഞ്ഞിട്ട് ഡിലൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാണ്. അതെ, ഈ ഡിലൻ ആണ് ഈ ഹോഴ്സ്മാന്റെ ഐ. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഹുഡിയിട്ട മനുഷ്യനുണ്ടല്ലോ, അത് ഈ ഡിലൻ ആണ്. അവനാണ് ആ മജീഷ്യൻസിനൊക്കെ സെലക്ട് ചെയ്തത്. അങ്ങനെ അവൻ നേരെ പോകുന്നത് ആ പാർക്കിലേക്കാണ്. ആ കൂടാരത്തിന്റെ മുന്നിലായിട്ടാണ് അവനിപ്പോ നിൽക്കുന്നത്. ഡിലൻ ആണ് ദ ഐ എന്ന് മനസ്സിലാവുമ്പോൾ ആ മജീഷ്യൻസിനും ശരിക്കും അത്ഭുതമായി. അങ്ങനെ ഡിലൻ അവരെ ദ ഐയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസമായി അൽമ ഇപ്പം ഒരു പാലത്തിന്റെ മുകളിലിരിക്കുകയാണ്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്.
അവിടുത്തെ ഗ്രില്ല് കണ്ടില്ലേ, അവിടെ ഒരുപാട് ലോക്ക് ഇട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ രഹസ്യം സൂക്ഷിക്കുന്ന വ്യക്തി ആ ഗ്രില്ലിൽ ഒരു ലോക്ക് ഇട്ട് പൂട്ടിയിട്ട് അതിന്റെ താക്കോൽ എടുത്തിട്ട് ആ നദിയിലേക്ക് ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ രഹസ്യം ഒരിക്കലും വെളിയിൽ പോകത്തില്ല എന്നാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണത്. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ ലോക്കുകൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പാലത്തിൽ ഒരു ബെഞ്ചിലിരുന്നിട്ട് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അൽമ. ആ പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ട്. അതിൽ ലയണൽ സ്ട്രൈക്കിനെ കുറിച്ചിട്ടാണ്. അയാളുടെ ബോഡി ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവൾ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡിലൻ അങ്ങോട്ട് വരുന്നത്. ഈ ഒരു അവസരത്തിൽ അവനായിരുന്നു എല്ലാത്തിന്റെയും പുറകില് എന്ന കാര്യം അവൻ അവളുടെ അടുത്ത് വെളിപ്പെടുത്തുകയാണ്. ആ എൽക്കഹോൺ എന്ന സേഫ് കമ്പനിയിൽ നിന്ന് ആ പൈസ അവൻ മോഷ്ടിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, ഈ എൽക്കഹോൺ എന്ന കമ്പനിയുടെ സേഫിലായിരുന്നു ഈ ലയണൽ സ്ട്രൈക്ക് ആ മാജിക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ലയണൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഈ ഡിലന്റെ അച്ഛനാണ്. പക്ഷെ ആ സേഫ് നിർമ്മിച്ചിരുന്നത് ലോക്കൽ മെറ്റൽ വെച്ചിട്ടാണ്. ആ കായലിന്റെ ആഴങ്ങളിലേക്ക് ചെന്നപ്പോൾ ആ സേഫിന് കേടുപാടുകൾ പറ്റി. അതുകൊണ്ടാണ് അവന്റെ അച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാഞ്ഞത്. അങ്ങനെ അവന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികാരമാണ് അവൻ ഇത്രയും ദിവസം കൊണ്ട് തീർത്തത്. ഈ കാര്യമൊക്കെയാണ് അവനിപ്പോൾ അവളുടെ അടുത്ത് വെളിപ്പെടുത്തുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇത് നിന്റെ മനസ്സിൽ ഒരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനൊരു ലോക്ക് അവൾക്ക് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ആ ലോക്ക് എടുത്ത് അവിടുത്തെ ഗ്രില്ലിലിട്ട് പൂട്ടി അതിന്റെ കീ ആ കായലിലേക്ക് എറിയുകയും ചെയ്യുന്നു. അങ്ങനെ ആ കീ കായലിന്റെ അടിത്തട്ടിലേക്ക് വീഴുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ ഒരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.